നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോഗ്രഷനാണ് പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഇന്ന് നോക്കുന്നത്. 5x-7 ഇവ ഒരു സമാന്തര ശ്രേണിയിൽ, അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെ, തുടർച്ചയായ 3 പദങ്ങളായാൽ എക്സ് എത്ര? ഈ എക്സിന്റെ സ്ഥാനത്ത് ഏത് സംഖ്യ വരും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ്? ഇവിടെ ഒരു ഉദാഹരണമുണ്ട്. എ ബി സി ഇവ തുടർച്ചയായ 3 പദങ്ങളായാൽ ഈ ബി, നടുക്കത്തെ പദമല്ല, ഇവിടെ ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എയും സിയും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. നടുക്കത്തെ പദമല്ല ബി, അത് കണ്ടുപിടിക്കാൻ എയും സിയും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? എ എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്? 5 ആണ്. എ ഈസ് ഈക്വൽ ടു 5 ആണ്. ബിയുടെ സ്ഥാനത്ത് എക്സ് ആണ്. സിയുടെ സ്ഥാനത്തോ -7 ആണ് അല്ലെ, ഇങ്ങനെ കിടക്കുന്നത്. അപ്പം ഈ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2. എ എത്രയാണ്? 5 പ്ലസ് സി എത്രയാണ്? -7 ബൈ 2 അല്ലെ. ഇത് ഇങ്ങനെ എ 5 സി -7, അതിനെ 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ നോക്കിയേ, ബി കണ്ടുപിടിക്കുക. 5ഉം -7 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 5ഉം ഇത് പ്ലസ് ഇത് മൈനസ്. ശ്രദ്ധിക്കുക, 5 പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം. 7ൽ നിന്ന് 5 കുറച്ച് എത്രയാണ്? 2. വലുതിൻ്റെ ചിഹ്നം വലിയ സംഖ്യ 7, 5 ഏതാ വലിയ സംഖ്യ? 7 അല്ലേ. 7 മൈനസും പ്ലസും നോക്കാതെ ഉള്ള കേവല വില നോക്കണം. 7ഉം 5ഉം തമ്മിൽ നോക്കുമ്പോൾ 7ആണ് വലുത്, അതിൻ്റെ ചിഹ്നം ഇടണ്ടേ. 7ൽ നിന്ന് 5 കുറച്ചാൽ 2, ചിഹ്നം ഏതാണ്? മൈനസ് ഇടണം. കാരണം ഇത് വലുതിൻ്റെ ചിഹ്നം മൈനസ് അല്ലേ. ബൈ 2 എന്ന് എഴുതി അല്ലേ. ഇനിയോ -2 ബൈ 2 എന്ന് പറയുമ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1. ചിഹ്നം ഏത് വേണം? മൈനസും പ്ലസും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വിപരീത ചിഹ്നങ്ങൾ ഹരിക്കുമ്പോൾ ഏതാ ചിഹ്നം വേണ്ടേ? മൈനസ് ഇടണം. -1 അതാണ് ആൻസർ. അപ്പം ബി സമം -1. ബിയുടെ സ്ഥാനത്ത്, ബി എന്ന് വെച്ചാൽ എക്സ് അല്ലേ, ബിയുടെ സ്ഥാനത്ത് എക്സ് ആണ്. അപ്പം ബി -1 കിട്ടുമ്പോൾ എക്സ് ഏതാണ്? എക്സ് ഈസ് ഈക്വൽ ടു -1 ആണ് ആൻസർ. അപ്പം എക്സിന്റെ വില -1. ഇത് ശ്രദ്ധിക്കുക. പ്ലസ് ആണെങ്കിൽ 5 പ്ലസ് -7 ആണ്. അപ്പോൾ വലിയ സംഖ്യ, ഇത് തമ്മിൽ വിപരീത ചിഹ്നമുള്ള 2 സംഖ്യ കൂട്ടുന്നതിന് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടണമെന്ന് നമുക്ക് ലളിതമായി പറയാം. അപ്പോൾ 7ൽ നിന്ന് 5 കുറച്ചാൽ 2, വലുതിൻ്റെ ചിഹ്നം ഏതാ? -2. ഈ 2 എഴുതി. എന്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ വിപരീത ചിഹ്നമാണെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് മൈനസ് ആവരണ്ടേ. ഒരേ ചിഹ്നം, 2 മൈനസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പ്ലസ് വരും. 2 പ്ലസ് തമ്മിലാണ് പ്ലസ് വരും. ഇത് മൈനസും ഇത് പ്ലസും ആണ്, അതുകൊണ്ട് ഇവിടെ മൈനസ് വന്നു. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില -1. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.